ശരി, ഞാൻ പോയി അമ്മയെ കാണാം. സ്വർണ്ണം അമ്മ എടുത്തിട്ടുണ്ടെന്ന് അറിയണമല്ലോ. എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ, എനിക്കൂടെ ബോധ്യപ്പെടണ്ടേ? ഓ, ബോധ്യപ്പെടുത്തി തരാം. ചോദിക്കേണ്ടവർ ചോദിക്കേണ്ട വിധത്തിൽ ചോദിക്കുമ്പോഴേ അമ്മ തന്നെ താനെ സത്യം പറഞ്ഞോളൂ. ഇത് കണ്ടോ? പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടി ഞാൻ എഴുതി വെച്ച പരാതിയാ. ഇതൊന്ന് കൊടുക്കേണ്ട താമസേ ഉള്ളൂ. നിന്റെ അമ്മയെ പോലീസുകാർ പൊക്കും. അതൊന്നും വേണ്ട, ഞാനൊന്ന് സംസാരിക്കട്ടെ. സംസാരിച്ചാൽ മാത്രം പോരാ, നഷ്ടപ്പെട്ട ആഭരണം എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കണം. ഞാനത് എടുത്തുന്ന അമ്മയും മുത്തശ്ശിയൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്. അത് അങ്ങനെയല്ലെന്ന് ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത എനിക്കുണ്ടടാ. എന്തിനാ നമ്മളിങ്ങനെ വഴക്കിടുന്നത്? ഒരുമിച്ച് നിന്നാ എത്ര സന്തോഷമായിട്ട് ജീവിക്കാം. പൊന്നുപോലെ നോക്കില്ലേ ഞാൻ? നീ എന്നെ നോക്കാൻ പോകുന്നു, അതും പൊന്നുപോലെ. എന്താ സംശയം? ഒരവസരം തന്നെ നോക്ക്. എടാ ശരത്തെ, കടലിൽ ഉപ്പുണ്ടോന്നറിയാൻ കടല് മുഴുവൻ കുടിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു തുള്ളി എടുത്ത് നാക്കിൽ ഇറ്റിച്ചു നോക്കിയാൽ മാത്രം മതി. നീ വിഷം, കാളകൂടെ വിഷം. നിന്നെ ഇവിടെ നാട്ടി ഇറക്കിയാലേ എന്റെ ജോലി അവസാനിക്കൂ. മണ്ടത്തരോ നീ പറയുന്നത്? എന്നെ ഒരിക്കലും നിനക്ക് ഇവിടുന്ന് അടിച്ചിറക്കാൻ പറ്റില്ല. നീ കാത്തിരിക്കേ, ചെയ്ത് കാണിച്ചു തരാടാ ഞാൻ. അപ്പൊ ഒരിക്കലും നിന്റെ മനസ്സ് മാറാൻ പോകുന്നില്ല? ഇല്ല. അപ്പൊ ഞാൻ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. ഇല്ല. ഞാനെന്നാ നിലപാട് മാറ്റിയേക്കാം. ഞാൻ വേണ്ട. അതെ, ഇപ്പൊ പറയുന്നു. അപ്പൊ കാണാം. അമ്മയെ കണ്ടിട്ട് വിളിക്കാം. ശരി. ഞാനവനെ ശരിക്കും ഒന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ആ സ്വർണം കൊണ്ടുവന്ന് തന്നേ പറ്റൂന്ന് അവനറിയാം. അതുകൊണ്ട് അവൻ ആ സ്വർണം കൊണ്ടുവന്ന് തരും. ഉറപ്പാണോ? ഉറപ്പ്. ആ പ്രഭാവതി കൊടുത്തില്ലെങ്കിലോ? അതൊക്കെ അവൻ മേടിച്ചോളൂ. അവനറിയാം സ്വർണം ഇവിടെ തിരിച്ചെത്തിയില്ലെങ്കിൽ അവന് പിന്നെ ഇവിടെ താമസിക്കാൻ പോലും പറ്റില്ല. ആ പ്രഭാവതി മാറിയെന്നാ ഞാൻ വിചാരിച്ചത്. എവിടെ, അവര് മാറിയിട്ടൊന്നുമില്ല. വെറുതെ അല്ല ആ ശരത്ത് ഇങ്ങനെയായി പോയത്. അവരുടെ അല്ലേ മോൻ. ഇതല്ലേ ആ അമ്മയുടെ സ്വഭാവം. പിന്നെ എങ്ങനെ മോൻ നന്നാവാനാ? പക്ഷെ എനിക്ക് തോന്നുന്നത് വേറെന്നാ. പ്രഭാവതി അമ്മ ഇത് മനഃപൂർവ്വം ചെയ്തായിരിക്കും. അവരുടെ ഉദ്ദേശം വേറെയാ. അല്ല, മനസ്സിലായില്ല. ഈ കല്യാണം നടക്കരുതെന്ന ആഗ്രഹം പ്രഭാവതി അമ്മയ്ക്ക് ഉണ്ടെന്ന് വിചാരിക്കേ. എങ്ങനെ മുടക്കും? അതിന് കണ്ട മാർഗമാണെങ്കിലോ ഈ മോഷണം. അതോടെ കല്യാണത്തിൽ നിന്ന് നമ്മൾ പിന്മാറുന്ന് പ്രഭാവതി അമ്മ വിചാരിച്ചു കാണും. അങ്ങനെയൊക്കെ അവര് ചിന്തിക്കുവോ? എന്തുകൊണ്ട് ചിന്തിച്ചൂടാ? എന്തായാലും നമുക്കിതുകൊണ്ട് ഗുണമല്ലേ ഉണ്ടായിട്ടുള്ളൂ. പ്രഭാവതി അമ്മ ശരിയല്ലെന്ന് അമ്മയ്ക്കും മുത്തശ്ശിക്കും മനസ്സിലായല്ലോ. മനസ്സിലായിട്ടൊന്നും ഒരു കാര്യമില്ല എടുത്തേ. അവരിപ്പോഴും ശരത്തിന്റെ പക്ഷം തന്നെയാ. അതൊക്കെ പതുക്കെ മാറിക്കോളൂ. ഇന്ന് സ്വർണം, നാളെ വേറെന്തെങ്കിലും. പൊളിയാനുള്ളതൊക്കെ പൊളിഞ്ഞു തന്നെ വീഴുന്നെത്തി. അതിന്റെ തുടക്കം ഇപ്പൊ നടക്കുന്നു. അത് സ്വർണം കയ്യിൽ കിട്ടട്ടെ, എന്നിട്ട് സന്തോഷിച്ചാ മതി. ആ ശരത്ത ആള് അവൻ എങ്ങനെയും മാറും. അവൻ മാറുമായിരിക്കും, പക്ഷെ ഞാൻ മാറില്ല. എനിക്ക് ആ സ്വർണം കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ അവൻ ഈ വീടിന്റെ പടി ചവിട്ടില്ല. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. എന്തായി തീരുമാനം? എന്ത് തീരുമാനം? എനിക്ക് ആ സ്വർണ്ണം അപ്പൊ തരും. അത് തരാതെ ഞാൻ പറഞ്ഞോ? എനിക്കത് കിട്ടിയിരിക്കണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതെന്റെ കയ്യിൽ വേണ്ടേ? ഇത്ര പെട്ടെന്ന് വിറ്റോ? ആ, വിറ്റു. നശിപ്പിച്ച് എന്റെ ഭാവിയാണ് നിങ്ങൾ തുലച്ചത്. ആ വീട്ടിൽ നിന്നൊരു പെണ്ണ് കെട്ടുന്നതാണോടാ നിന്റെ ഭാവി? എടാ,
10 പൈസ ഇല്ല അവരുടെ കയ്യില്. എങ്ങനെയെങ്കിലും ബാക്കിയുള്ള സ്വർണവും അടിച്ചെടുത്തോണ്ട് അവിടെ നിന്ന് സ്ഥലം വിടാൻ നോക്ക്. ബുദ്ധിയുണ്ടെങ്കിൽ നീ അതാ ചെയ്യേണ്ടത്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നിത്യ അല്ലല്ലോ ടാർഗറ്റ്, ദേവിക. അവളെ പോലൊരു പെണ്ണിനെ ഈ ലോകത്ത് എനിക്ക് വേറെ കിട്ടില്ല. പറയുന്നത് കൊണ്ട് വിഷമൊന്നും തോന്നരുത്. ഇതാണ് നിന്റെ മനസ്സിലിരിപ്പെങ്കിൽ നിന്റെ മരണം ആ വീട്ടിൽ വെച്ചായിരിക്കും. ദേവിക ഒരു സാധാരണ പെണ്ണല്ല. അവളുടെ ഉള്ളിൽ പ്രതികാരമുണ്ട്. അതവള് നിന്നോട് തീർക്കും. അതെനിക്കറിയാം. അതറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. ഞാൻ അവളെ മോഹിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എൻ്റെ ഭാര്യയാവും. ഇല്ലെങ്കിലേ അവള് ജീവിച്ചിരിക്കില്ല. ഒന്നും മതിയായില്ലേ നിനക്ക്? മോനെ ശരത്തെ, നിന്നെ ഞാൻ പ്രസവിച്ചത് കൊണ്ട് പറയുക, നീ ഇതെല്ലാം അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ പെടാൻ പോകുന്ന നീ ആയിരിക്കും. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അമ്മ ആ സ്വർണ്ണം ഇങ്ങ് തിരിച്ചു തന്നാ മതി. എടാ, വിറ്റ സ്വർണം ഞാൻ എങ്ങനെയാടാ തിരിച്ചു തരുന്നേ? അപ്പൊ ദേവിയോട് ഞാൻ എന്ത് പറയും? സ്വർണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എന്റെ നിലനിൽപ്പിന് അപകടത്തിലാവും. നീ കാശ് താ. തന്നാൽ ഞാൻ അതുപോലുള്ള സ്വർണം വേറെ വാങ്ങിത്തരാം. അതുപോലത്തെ സ്വർണ്ണമല്ല, എനിക്ക് അത് തന്നെയാ വേണ്ടത്. അതൊന്നും ഇനി കിട്ടാൻ പോകുന്നില്ല. നീ വെറുതെ അതിനു വേണ്ടി ഏറെ പിടിക്കണ്ട. കണ്ടു, ഇതിന്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും തട്ടുകേട് പറ്റിയ ആ ദേഷ്യം തീർക്കാൻ പോകുന്നത് നിങ്ങളോടെ. അറിയാമല്ലോ എനിക്ക് സ്വന്തം ബന്ധമൊന്നുമില്ലെന്ന്. ഒരുങ്ങിയിരുന്നു. ഇനി ഞാൻ വരുന്നത് കണക്ക് ചോദിക്കാനായിരിക്കും, പകരം ചോദിക്കാൻ. അവൻ ശരിയല്ല എന്ന് നിന്നോടൊരു 100 തവണ ഞാൻ പറഞ്ഞു. അപ്പോഴൊക്കെ അവനെ ന്യായീകരിക്കാനായിരുന്നല്ലോ നിനക്ക് താല്പര്യം. എന്നിട്ടിപ്പോ എന്തായിടി? നിനക്ക് തോന്നുന്നുണ്ടോ നിയമം അവനെ വെറുതെ വിടുമെന്ന്? വേറെ ആരെയല്ല, കോടതിയാണ് അവൻ കബളിപ്പിച്ചത്. എന്താടി, നാവിറങ്ങിപ്പോയോ? തിരിച്ചു നിനക്ക് പറയാനൊന്നുമില്ലേ? വിഷ്ണുവിനൊരു അബദ്ധം പറ്റി, സമ്മതിക്കുന്നു. അബദ്ധോ? ഇതോ? മനഃപൂർവ്വം ചെയ്യുന്നൊരു തെറ്റ് എങ്ങനെയാടി അബദ്ധമാവുന്നത്? അവനെ ഒരു ബോൺ ക്രിമിനലാ. കുറച്ചു കാലം കൂടി നീ അവന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ അവൻ ആർക്കെങ്കിലും വിറ്റാനെ. മതി കുറ്റപ്പെടുത്തിയത്. മനുഷ്യനായാലേ തെറ്റൊക്കെ പറ്റും, അത് തിരുത്തും. അവനോ തിരുത്തുവെന്നോ? ഒരിക്കലും അവനെ കൊണ്ടത് പറ്റത്തില്ല. തിരുത്താൻ പറ്റുന്നൊരു തെറ്റല്ല അവൻ ചെയ്തിരിക്കുന്നത്.